ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം മുത്തുമണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് നമ്മളിപ്പോൾ പച്ചരിയൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ പോലും അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അളവിൽ ഉഴുന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ കുതിരാനായിട്ട്. അപ്പോൾ നമ്മൾ ഏത് അളവിലാണോ, ഏത് അളവ് കപ്പിൽ അല്ലെങ്കിൽ ഏത് അളവ് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അതേ അളവിൽ തന്നെ എടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനൊരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലപോലെ കുതിർത്തെടുത്തതാണ്. അതിപ്പോൾ മിക്സറി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഞാൻ ഒരു അര ഗ്ലാസോളം ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഞാനിതപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് അങ്ങ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി വേറൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നെടുത്ത് അതേ ഗ്ലാസ്സിന് തന്നെ ഒരു 1.25 ഗ്ലാസ്സിലധികം, 2 ഗ്ലാസ് നിറയെ എടുത്തിട്ടില്ല, അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്തിട്ടില്ല, നമ്മുടെ പാക്കറ്റ് അരിപ്പൊടിയില്ലേ, ഞാൻ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ പൊടി നമുക്കൊന്ന് നനച്ചെടുക്കണം. ഇനി ഇത് ഇഡ്ഡലിക്ക് ആയതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി വെച്ചാലും മതി കേട്ടോ. ദോശയ്ക്കാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് കുതിർത്തെടുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇഡ്ഡലിക്ക് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നില്ല. ചെറിയതായിട്ടൊരു തരികളുള്ളത് നല്ലതാണല്ലോ. അപ്പോൾ നമ്മുടെ പൊടി അത്യാവശ്യം നന്നായിട്ടൊന്ന് നനഞ്ഞ് കിട്ടുന്നത് വരെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് നനച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, ഓരോരുത്തരെടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നനച്ചെടുത്ത ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ചോറ് ഉഴുന്നില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഇഡ്ഡലിക്ക് ആയതുകൊണ്ട് തന്നെ ഉലുവ ചേർക്കേണ്ടവർക്ക് നമ്മൾ ഉഴുന്ന് കുതിരാൻ വെക്കില്ലേ, ആ സമയത്ത് ഉഴുന്നിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉലുവ കൂടി കുതിരാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉഴുന്ന് ചേർത്തിട്ടില്ല. ഇപ്പോൾ ഈ അരച്ചെടുത്തിട്ടുള്ള ഉഴുന്നും ചോറും കൂടി ഇതിലേക്ക് ചേർത്ത്, ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതുപോലെ ഒരു വിസ്ക് വെച്ച് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായി കിട്ടും കേട്ടോ. ശേഷം നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ മാവ് നല്ല പെർഫെക്റ്റായിട്ട് ഒന്ന് പൊന്തി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലി ദോശയൊക്കെ തയ്യാറാക്കി എടുക്കുന്നതാണല്ലോ എളുപ്പം നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ പച്ചരി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ സമയത്ത് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ദോശയുടെ ഒരു റെസിപ്പി എന്തെങ്കിലും കാണിച്ചിട്ടില്ല, ഇഡ്ഡലിയുടെയാണ് കാണിച്ചിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കാം, അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതപ്പോൾ ഞാൻ കൈവച്ച് നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം ഇതൊന്നും മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ അരി ഉഴുന്നൊക്കെ അരച്ച് പുളിച്ച് പൊന്താനായിട്ട് വെക്കുന്ന അത്രയും സമയം തന്നെ ഇതും വെക്കണം കേട്ടോ. ഇതപ്പോൾ ഞാനിപ്പോൾ തലേദിവസം വൈകുന്നേരം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ രാവിലെയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മാവൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. നല്ല കുറേ എയർ ബബിൾസൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ മാവ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ക്യാമറയിൽ എത്രത്തോളം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ അടിപൊളിയായിട്ട് തന്നെ മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേദിവസം കലക്കി വെച്ച സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വേണമെന്നുള്ളവർക്ക്, ആവശ്യമായിട്ടുള്ളവർക്ക് സോഡാപ്പൊടി വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും. ഞാനിപ്പോൾ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് മിക്സാക്കി എടുത്ത ശേഷം ഒരു 10-15 മിനിറ്റ് നേരമൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇഡ്ഡലി ചുട്ടെടുക്കുന്നത്. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇഡ്ഡലി തട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് എല്ലായിടത്തേക്കും ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലി തട്ട് ഒന്നങ്ങ് ചൂടായി വന്ന സമയത്ത് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഡ്ഡലി പെട്ടെന്ന് തന്നെ തട്ടുന്ന എടുക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 തട്ടിലും ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുക്കുന്ന പോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ മാവ് ഒഴിച്ച് കൊടുക്കുക.
മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കൽ കഴിഞ്ഞ ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇഡ്ഡലി എപ്പോഴും വേവിച്ചെടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരിക്കലും ഇഡ്ഡലി വേവിച്ചെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ എപ്പോഴും ഫ്ലെയിം അത്യാവശ്യം കൂട്ടി വെച്ച് തന്നെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പുതുതായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവില്ല കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണേ. ഇതപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് നേരമാണ് ഹൈ ഫ്ലെയിമിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. 10 മിനിറ്റിന് ശേഷം ഇത് ഇഡ്ഡലി ചെമ്പന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് ചൂടാറിയ ശേഷം ഒന്നങ്ങ് ആറിയ ശേഷം നമ്മളിതൊന്ന് തട്ടുന്ന എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഇഡ്ഡലി തട്ടിൻ്റെ ബാക്ക് വശം ഉണ്ടല്ലോ, ഒന്ന് ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇഡ്ഡലിൻ്റെ തട്ട് നമുക്ക് ചൂടാറി കിട്ടും കേട്ടോ. ഒന്ന് നനച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് ചൂടാറി കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി തട്ടുന്ന എടുക്കാനായിട്ട് കിട്ടുകയും ചെയ്യേ. ഞാനിതപ്പോൾ മുഴുവനായിട്ട് ഇഡ്ഡലി തട്ടുന്ന ഇഡ്ഡലി എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ചട്നിയുടെ ചമ്മന്തിയുടെ സാമ്പാറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ പച്ചരി ഇല്ലാത്ത സമയത്ത് അരിപ്പൊടി വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്ക്. എല്ലാവർക്കും അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോവില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അരിപ്പൊടി വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇഡ്ഡലിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.